എവിടെ എത്തും. ഇതിനകത്ത് നിറച്ചിങ്ങനെ ഈ പാമ്പേഴ്സ് ഒരുപാടുണ്ട്. കിളികൾ കൊണ്ടിട്ട് അങ്ങനെ വിളിക്കുന്നതായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇന്നലെ കണ്ടില്ലേ, അതിനകത്ത് അവർ കൂട് കൂട്ടുന്നത്. അപ്പോൾ അവരുടെ സെൽഫ് ഡിഫെൻസും കൂടെ, കാരണം വേറെ ആരും വന്ന് അറ്റാക്ക് ചെയ്യില്ല അതിനകത്ത് കയറിയിട്ട്, കാരണം മുള്ളുള്ള മരങ്ങളല്ലേ. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു നദിയുടെ നടുക്കാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ വിശ്വസിക്കണം, ഇതൊരു നദിയാണ്. അതിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. വെള്ളമില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഞങ്ങൾ വേറെ വഴി കൂടാണ് ഗായ്സ് പോകുന്നത്. കാടില്ല, പക്ഷെ ചാട്ടം തീർന്നിട്ടില്ല. എൻ്റെ മുള്ള പണ്ടാരവിടത്തെല്ലാം ഒരു വലിയ വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതിനകത്തായിരിക്കും നമുക്കെല്ലാവർക്കും വെള്ളം വരുന്നത്. കിളിയുടെ സൗണ്ട് മാത്രം കേൾക്കാം, പിന്നെ കാറ്റിൻ്റെ. ഓ, നിങ്ങൾ പാൻ്റ് ഇട്ടുണ്ട് കുഴപ്പമില്ല, ഞാൻ നിക്കറിട്ടുണ്ട്. എങ്ങനെ എന്തും വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങ് പോ. ഉണ്ടോ ഇവർ പിന്നെ NCCക്ക് ഇരുന്നും കിടന്നും എഴഞ്ഞും ഒക്കെ ഇത് ചെയ്തിട്ടുള്ളവർക്ക് ഇതൊക്കെ പുത്തരിയല്ല. അങ്ങനെ നമ്മൾ വീണ്ടും ആ പുഴയുടെ അടുത്തെത്തി. ഇതിനകത്താന്ന് തോന്നുന്നു കിളിയുടെ കൂട്. കീ 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പോകാൻ പറ്റുമോ? ചളിയാ ഇവിടെയൊക്കെ ഉണ്ട്. കാറ്റടിക്കുമ്പോഴും അവർ കൂട് കെട്ടണം. എന്തെല്ലാം പണികളാണ് അവർ ചെയ്യണ്ടേ. ആദ്യം ഒരകത്തെ ഇത് റൂം ഉണ്ടാക്കും. കണ്ടോ, ഇതിനുണ്ട ഇതിൻ്റെ ഇങ്ങറ്റത്തേൻ്റെ നടുക്കത്തെ സംഭവം ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ പുറത്തോടാം. ആരെ ഇവർക്ക് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തേ? വേറൊന്നും കടക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്നുണ്ടാവും അല്ലേ, വലുതായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം. അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഐഡിയ കിട്ടുന്നേ. കാറ്റെന്ന് പറഞ്ഞാൽ കാറ്റ്, ഞാൻ പറയാൻ പറ്റുന്ന എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് തന്നെ അറിയില്ല. എല്ലാ നാട്ടിലും നമ്മൾ ചിലപ്പോൾ കാണാൻ പറ്റുന്ന ഈ കാലോട്ട് റിസോർട്ട്. ഇവിടെയൊക്കെ ആരോ വന്ന് തീയൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ടുണ്ട് കേട്ടോ, വൃത്തിയാക്കുന്നുണ്ട്. ചെടിക്കൊക്കെ വെട്ടിക്കളയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ വേണ്ട, അവിടെയൊക്കെ ആൾക്കാർ പ്ലോട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഏറ്റവും അവസാനത്തെ പ്ലോട്ടിനൊക്കെ എന്ന് വെച്ചാൽ കുറച്ച് വില കുറവായിരിക്കും. അങ്ങനെ ആൾക്കാർ ലാസ്റ്റിലത്തെ പ്ലോട്ടൊക്കെ വാങ്ങിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ വീടുകളൊന്നുമില്ല, പക്ഷെ റോഡുണ്ട്. ഞാൻ വിചാരിച്ചെന്തെന്നറിയാം, ഒരു കുഞ്ഞു മതിൽ. നമ്മുടെ കണ്ണുകളെ ചില സമയത്ത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. ഇവിടെ നിൽക്കുമ്പോൾ ഒരു എയർപോർട്ടിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ഫീലിംഗ്. ഇവിടെ ഗേറ്റ് അല്ലല്ലോ, എന്താ മതിൽ ഇവിടെ കൊണ്ട് തീരുക. എനിക്കൊന്ന് സ്കന്ദയ്ക്ക് 2 ഗേറ്റ് ഉണ്ട്. ഒന്ന് മെയിൻ ഗേറ്റ് അവിടെ, ഇത് പുറകെ കൂടെ വേണമെങ്കിൽ ഒന്ന് ഇതിനകത്ത് കയറാം. അങ്ങനത്തെ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ച്. അതല്ലെങ്കിൽ ഇന്നലത്തെ കൂട്ട് വേറെ ഏതെങ്കിലും വഴി കൂടെ ഉള്ള അങ്ങോട്ടും ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടും ഒരു വഴിയുണ്ട്. അങ്ങോട്ട് പോലൊന്നുമില്ല. അങ്ങോട്ട് പോയ ഒരു വണ്ടി വരുന്നുണ്ട്. അത് വീണ്ടും ഹൈവേയിലെത്തും. നമുക്ക് അങ്ങനെ പോയിട്ട് മെയിൻ റോഡിൽ കിടക്കാം. അങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ഒരു വെളുത്ത കെട്ടിടം?
അതാണ് ഞങ്ങളുടെ സ്കൂള്. സോ ആ സ്കൂളിൽ നിന്ന് ഞാൻ റിസൈൻ ചെയ്തു. ഇന്നലെ ഞാൻ റിസൈൻ ചെയ്തു. ഇന്ന് ഞാൻ വീട്ടിൽ പോവും. വീട്ടിലോട്ടല്ല, അടുത്ത പ്ലേസിലേക്ക്. അപ്പോൾ ഞാനും ഷാരോൺ സാറൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലമാണെങ്കിൽ നമ്മളവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യണം. അല്ലാതെ അവിടെ ഇങ്ങനെ ഒരു എന്താ പറയുക, സാലറി അല്ലെങ്കിൽ അവർ പറയുന്നതൊക്കെ കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് ടപ്പേ എന്ന് പറഞ്ഞിട്ട് ബൈ ബൈ. കുറേ നേരം നടന്നു വന്നപ്പോൾ എൻ്റെ കാലിൻ്റെ അടിയിൽ കൊണ്ട് കയറിയ മുള്ളുകൾ 1 2 3 4 5 ഇതെന്താ 6 മുള്ള. ഇവിടുന്ന് വരുമ്പോൾ നേരെയാണെങ്കിൽ നമുക്ക് ഹൈവേ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഗേറ്റ് കാണുന്നുണ്ട്. കാരണം എനിക്കറിയത്തില്ല, സ്കന്ദയിലുള്ള ആൾക്കാരെ ഇത്രയും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനും ശരൺ സാറോടെ ഒരു 2 ദിവസം കൊണ്ട് ഈ സ്കന്ദയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാൻ ശ്രമിച്ചു. ഇത്രയൊക്കെ കണ്ടു. ഇത്രയൊക്കെ പോരെ. ഇതാണ് ഗേറ്റ്. നല്ല വ്യൂ ഉണ്ടല്ലേ. ഇത് തന്നെയല്ലേ? ഇത് വേറെ വല്ല ആണോ? ലോറിയൊക്കെ കിടപ്പുണ്ടല്ലോ. ലോറി എക്സ്പ്ലോർ ചെയ്ത് വന്ന് സ്കന്ദയ്ക്ക് പുറത്തെത്തി ഗായ്സ്. സ്കന്ദയാണെന്ന് വിചാരിച്ച് വേറെ ഏത് പറഞ്ഞതിനകത്ത് കയറി. അപ്പോൾ വീണ്ടും തിരിച്ച് റോഡിലെത്തിയിട്ട് മെയിൻ റോഡ് വഴി അകത്ത് കയറി. സ്കന്ദയുടെ ആണെന്ന് വിചാരിച്ച നമ്മളാണ് വിഡ്ഢികൾ. ആകെ കണ്ടത് ഇതിനെ മാത്രമല്ല, ഞങ്ങളൊരു മുയലിനെ കണ്ടായിരുന്നു, കാട്ടുമുയൽ. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല, ആകെ ഒരു ഓണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും, പിന്നെ വല്ലപ്പോഴും വരുന്ന കുറച്ച് വണ്ടികൾ. അപ്പുറത്തെ ഹൈവേ, ഇവിടെ ഹൈവേ ആണ്. അങ്ങനെ തിരിച്ച് വീണ്ടും ഹൈവേയിലേക്ക്. ഇന്നലത്തെ അത് തന്നെ ആവർത്തിക്കണം, അല്ലാതെ വേറെ വഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകണം. പിന്നെ 12th ബയോ സ്റ്റുഡൻസിന് അറിയാവുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഇത്. ക്യാരറ്റ് ഗ്രാസ് ഒരു ഇൻവേസീവ് പ്ലാന്റ് ആണ്. അത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ ആണെങ്കിൽ ഇഷ്ടം പോലെ തുളസി ഉണ്ട് കേട്ടോ. തുളസി ഇങ്ങനെ ഒരു കുറ്റിച്ചെടി പോലെ ഇങ്ങനെ നിറയെ ഇങ്ങനെ പൂത്ത് അതിങ്ങനെ വിത്തുകളായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ കലോട്രോപ്പിസ്, പിന്നെ പേരറിയാത്ത കുറേ ചെടികൾ. കാടാണിത്, പണ്ടത്തെ കാടായിരുന്നു. അവരതിങ്ങനെ വലിയ വില്ലാസ് പ്രോജക്റ്റ് പോലൊക്കെ തുടങ്ങി. ഇങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിലായിരുന്നു, അവിടെ ആ ബിൽഡിംഗ് കാണുന്നത്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഞങ്ങളുടെ സ്കന്ദ എന്ന് പറഞ്ഞ പ്രോജക്റ്റ്, വില്ല പ്രോജക്റ്റ്. അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾ അതിൻ്റെ പുറകുവശത്തൂടെ ഇറങ്ങി ഒരു കാടൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് വന്നതാണ്. ഇങ്ങോട്ടൊരു ലോറി വരുന്നത് കാണാൻ പറ്റുമോ? ഞാൻ ഇപ്പുറത്ത് വീഡിയോ എടുക്കുന്നപ്പോൾ അപ്പുറത്ത് വന്ന ലോറി. എന്നാൽ ഞാൻ ഇപ്പുറത്ത് വരും. ഇവരൊക്കെ കളിക്കുകയാണോ ഗൈസ്? ഞാൻ അപ്പുറത്ത് വരുമ്പോൾ അവർ ഇപ്പുറത്ത് വരും, ഇപ്പുറത്ത് പോകുമ്പോൾ അപ്പുറത്ത് പോകും. നിറച്ചും പൊടിയില്ല, എങ്കിലും കുറച്ച് പൊടികളൊക്കെ പറഞ്ഞു. ഇന്നലെ പോലെ നമ്മൾ കുറേ ഇത് കണ്ടില്ലേ, ആടിൻ്റെ കാൽപ്പാടുകളും ആട്ടിൻകാട്ടവും. അതിൻ്റെ ഉടമയെ കണ്ടുപിടിച്ചു. എവിടെ? ഇപ്പം കാണാം. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. കാണാൻ പറ്റുന്നില്ലല്ലോ. ആക്ച്വലി ഇതിൻ്റെ പുറകിൽ ആടുണ്ട്.
കണ്ട 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 കണ്ട. പക്ഷെ കുറച്ച് ആടുകളേ ഉള്ളൂ, നല്ല വൃത്തിയുള്ള ആടുകൾ, നല്ല സുന്ദരി സുമുഖന്മാർ. ഒന്നും തിന്നാനല്ല, പക്ഷെ നല്ല എല്ലാം നല്ല ആരോഗ്യമുള്ള സിംപ്ലി മണീസ് ആടും ആട്ടിടയനും. അങ്ങനെ നമ്മളെവിടെ എത്തി? ഹൈവേയിലെത്തി. കണ്ടോ കണ്ടോ കണ്ടോ. അങ്ങനെ ഇന്നലെയും നമ്മൾ നടന്നു. ഇതുവഴി ഒരു കുഞ്ഞു വഴിയുണ്ട്, ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കാൻ. അതെനിക്ക് തോന്നുന്നു ആടുകൾക്ക് വേണ്ടി ഇട്ടേക്കുന്ന വഴിയാണ് തോന്നുന്നു. ഗായ്സ്, നമ്മുടെ ഗേറ്റ് കടക്കാൻ ഇച്ചിരി അങ്ങോട്ട് നടക്കണം കേട്ടോ. അപ്പം ഇനി ഹൈവേ കൂടെ എൻ്റെ അമ്മച്ചി ഇവിടെ വണ്ടികൾ ഭയങ്കര ഇങ്ങനെ നമ്മളെ തൊട്ടില്ല. രണ്ട് ദിവസം ഞങ്ങൾ ഇവിടെ നിന്നാണ് ഗായ്സ് രാത്രി ആഹാരം കഴിച്ചത്. എഗ് റൈസ്, ഇന്നലെ ചപ്പാത്തി. ചന്തയിലുള്ളവർക്ക് ആകെ സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന അവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു സലൂണുണ്ട്, ഒരു പലചരക്ക് കട, ഒരു ബേക്കറി. നോക്ക് എന്തോരം ആടുകളാ. അവരെ റോഡ് ക്രോസ് ചെയ്യിക്കുക. വാ, എന്താ രസം. ഒരു 200 ആട് കാണോ? എത്ര ആട് കാണും സാർ ഇത്? ഒരു അപ്രോക്സിമേറ്റ് അപ്പോൾ ഇന്നത്തെ ചായയും കുടിച്ച് അങ്ങനെ ലാസ്റ്റ് വാക്കും, ഷാരോൺ സാറിൻ്റെ കൂടെയുള്ള ലാസ്റ്റ് വാക്കാണ്. ഒരു ഈവനിങ് വാക്കും കഴിഞ്ഞു. ഇനി പോവുക, കുറച്ചുകൂടെ കഴിയുമ്പം റെഡി ആവുക, നമ്മൾ വീണ്ടും എംപിക്ക് പോവുകയാണ്. സ്കന്ദയുടെ സെൻറ്ററിലൊരു ചെറിയൊരു പാർക്ക് പോലെയുണ്ട്, കുട്ടികൾക്ക് കളിക്കാനും എക്സസൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. വൈകിട്ട് എല്ലാവരും വന്നിരിക്കാറുണ്ട്, കുറച്ച് എക്സസൈസ് ചെയ്യാറുണ്ട്. നമ്മളിതുവരെ ഒരു ഫോട്ടോ എടുത്തിട്ടില്ലല്ലേ? നമുക്ക് 3 പേർ കൂടെ അവിടെ. എനിക്ക് ഗെയിം കളിക്കണ ഇഷ്ടമല്ല. ഇതിനകത്തുള്ളവൻ 24 മണിക്കൂറും ഗെയിമിനകത്താണ്. കണ്ടോ, തണുത്ത വേണോ തണുക്കാത്ത വേണോ? രണ്ടെണ്ണം എടുക്കല്ലേ? നിങ്ങളെ കാണാൻ ഞാൻ എങ്ങനെ പോകും? കോർഡിനേറ്ററെ കാണാൻ ഞാൻ പോവില്ല. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം 6 ദിവസം വന്ന് താമസിച്ച വീടായത് കേട്ടാ, ഞങ്ങളുടെ കോർഡിനേറ്ററിൻ്റെ വീട്. ഇങ്ങോട്ട് വന്നേ, കിച്ചണിലോട്ട് വന്നേ. കിച്ചണൊക്കെ വിപുലീകരിച്ച് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മാഗി എന്തൊക്കെയാ നമുക്ക് കണ്ടായിരുന്നോ? അന്ന് വാങ്ങിച്ച ഇത് റിലയൻസിന് വാങ്ങിച്ച ആപ്പിള്, റിലയൻസ് ആപ്പിൾ ഇവിടെ ഒന്ന് വെക്കും. കണ്ടോ, ഞങ്ങളുടെ ഷാരോണില്ല, ഞങ്ങൾ എന്ത് ചെയ്തേനെ.
അത് കയറിയില്ല. ഞാൻ ഉൾക്കാടിക്കട്ടെ. ഞാൻ ഉൾക്കാടിക്കട്ടെ. പക്ഷെ ഇത് നാടനല്ല സാറേ, മറ്റേ കടകളിൽ നാടൻ നമ്മുടെ വീട്ടിൽ വരയ്ക്കുന്ന നല്ല ടേസ്റ്റാണ്. അത് കാണാതെ ഇത് തുറക്കുമ്പം വേണം. ആക്ച്വലി ഞങ്ങളുടെ സാറ് തിരിച്ചിട്ട് വേറെ രീതിയിലാണ്. ഇത് കൊള്ളാം. അപ്പം മുകളിൽ വെക്കുന്ന സാധനങ്ങൾ താഴെ പോകില്ല. ഇനി തുറക്ക്. അടഞ്ഞു അവിടെ അടച്ചു വെച്ചത്. അതിൻ്റെ അപ്പുറത്തൊരു തോണ സാധനമുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കേണ്ടി വരും. എന്ത് എനിക്ക് കാണാൻ പറ്റില്ല ഈ നീളമില്ലാത്ത കുഞ്ഞിനെയൊക്കെ. ഞാൻ എന്ത് ചെയ്യാനോ? വിളിച്ചിട്ടുണ്ടോ? ഒരു ചോന്ന സാധനം. അത് സാറ് താഴത്തെ ഏതെങ്കിലും ഒരു പൈപ്പ് തുറന്ന് നോക്കിയോ വെള്ളം വരുന്നുണ്ടോന്ന്. ഇവിടെ വെള്ളം നിറച്ചിട്ടുണ്ട്. ആ സൈഡിലത്തെ പൈപ്പ് ഏതെങ്കിലും തുറന്ന് നോക്കിയേ. ബ്ലാക്കിൽ ഞങ്ങൾ ആദ്യത്തെ ദിവസം വന്നപ്പോൾ കണ്ടവരാണ് ഇവർക്ക്. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. കാറ്റടിച്ച് തണുപ്പോട് തണുപ്പാണെന്നേ. സപ്ര എൻ്റെ സപ്ര ഇവിടുത്തെ